ഞാൻ പറഞ്ഞില്ലേ അവന് നമ്മളവിടെ വെച്ചിട്ടൊന്നുമില്ല, എനിക്ക് അവിടെ നല്ല നടക്കുന്നത്. അവന് നല്ല ബോധം വള്ളിയെന്നറിയാം, അവന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലോണം അറിയാം. അവനിപ്പോ കുറച്ച് കാശ് കൊടുത്ത് ഞാൻ അടിച്ചു മാറ്റിയവരെ അങ്ങനെ പറയും മമ്മി. അതല്ലടാ, ശമ്പളത്തിന് എടുക്കുമ്പോ അവൻ അറിഞ്ഞൂടാ. അത് പൊട്ടനായിട്ടാണ് ഒരു വിഷയം. കണക്കുള്ള കാശില്ല. നിങ്ങൾ ചെയ്ത് ഞങ്ങളത്ര ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ CA ഇതിനൊക്കെ പഠിച്ച് ഫിസിക്സിന് പഠിച്ചിട്ടില്ലേ? തോൽവി ചപ്പ നമ്മള് 3ാം ക്ലാസ്സിൽ വിട്ട സീനാണ്. മിനിമം ഒരു ഗ്ലാസ് ഒഴിച്ചു, പിന്നെ ഇച്ചിരി കൂടി ഒഴിച്ചു. നീ ഒന്ന് തുമ്മാണ്ടിക്കോ എന്റെ ജോണ. ആ ഓക്കെ, അതിനെ അതിന് ശ്രമിച്ചോ. നീങ്ങിക്ക് ശാസ്ത്രീയമായി ചായ വയ്ക്കാൻ വേണ്ടി എടുക്കുന്നു. കാണാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ, അല്ലാണ്ട് കുടി ഉണ്ടാക്കിയാലില്ല. നിന്നോട് പറയണ്ട, എനിക്ക് ചായച്ചിരുന്ന് ചോദിക്കാം. എന്തേ അല്ല അതിനല്ല ഞാനൊരു കാലത്ത് 6 മണിക്ക് അതെ അതെ അതെ, ചിലപ്പോ ഒരു 3 മണിക്ക് മുമ്പ് എത്തുമായിരിക്കും ഇറങ്ങാൻ. ലേറ്റ് ആയിട്ട് പറഞ്ഞില്ലേ? 5:30 ഇറങ്ങി മമ്മി 6 മണിക്ക് എത്തുന്നു വിചാരിച്ചു. 1 മണിക്കൂർ 5:30 1 മണിക്കൂർ. ഇപ്പൊ എത്ര എണ്ണ വെക്കണേ? ഞാൻ പറഞ്ഞു എനിക്ക് നീര് ആ തെരഞ്ഞളവ് തളച്ചൂലോ? ശാസ്ത്രീയമായിട്ട് പറയണ തിളക്കണ തൊട്ട് മുമ്പ് എടുക്കണം. ഇത് ആവശ്യമില്ല. അല്ല അത് നിനക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. മറ്റേ പറ്റിയാലും കുഴപ്പമില്ല. പൊടിയിലേക്ക് തിളച്ചോണ്ടിരിക്കുന്ന പൊടിയിലേക്ക് തിളച്ച വെള്ളം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഒഴിക്കാം. മമ്മി ഏറെ കണ്ടിട്ടില്ല. ക്യൂനല്ലേ എന്തില്ല മമ്മിക്ക് ഇങ്ങായെന്ന് ചായ കഴിക്കണേല്. അതുകൊണ്ട് എന്നോട് എന്ത് പണിയാ വെച്ചാല് നമുക്ക് അതുപോലെ എടുത്തൂടെ? എനിക്ക് വേണ്ടിട്ട് ഡാഡി മടിയല്ലോ. ഞാനിപ്പോ ചെയ്യുന്നത് ജോലിക്ക് ചെയ്യണമെന്നറിയോ? വെള്ളം തിളപ്പിച്ചിട്ട് എന്തായാലും അപ്പൊ ആ തിളച്ച വഴിക്ക് വെള്ളം പൊടിയിട്ട് വെച്ചിട്ട് ഇനി അവനെ നേരം കൊണ്ട് 2 മിനിറ്റ് പോകണ്ട വിഷയം. അവനെ സംബന്ധിച്ച് ഇപ്പോ സിഗരറ്റ് വലിക്കുന്നത് പോലും അല്ല അവന്റെ പ്രശ്നം. അവന് വണ്ണം വെക്കണത് തീറ്റയാണ് പ്രശ്നം. എക്സസൈസ് ചെയ്തു. ആ പിന്നെ അതിന് കഴിച്ചൂടെ? ഇന്നലെ അവൻ കഴിക്കാൻ പോയിട്ടില്ല. ഡാഡി ഇങ്ങനെ റാൻഡംലി അല്ല എന്താ ഡാഡി റാൻഡംലി അങ്ങോട്ട് പോകാൻ കാരണം?
ഇവൻ എല്ലാ ദിവസവും തോന്നി പോലെ നേരം വൈകി പാനൽക്കാല വന്നിട്ടവരോട് അയക്കുമ്പോൾ എവിടെ ഒതുക്കാന്ന് ഇവിടെ ഒതുക്കാന്ന് തട്ടുകടയിൽ 10-5 വിട്ടടിച്ചേക്ക് കടക്കാരുടെ ചാർജ് അവനാ തട്ട് ഡാഡി അവിടം വരെ പോയില്ലേ അമ്പടാ എന്റെ ട്യൂഷൻ പിടിച്ചില്ലേ അതുപോലത്തെ മൂട് ഞാൻ അതാ ചോദിച്ചത് 10:45 അങ്ങോട്ട് പോയി ആൽബിൻ മാത്യൂസിനെ മാത്യൂസിനാണ് 10 മണിക്ക് ഇവിടെ എത്തി എന്റെ മോൻ 10:05 ഇപ്പൊ ഇവിടെ കാണാനില്ല കടയുടെ ഫ്രണ്ട് ഷട്ടർ അടച്ചു അവന് 11 10:15 വരെ കാണാണ്ട് ഇവിടെ അടി പോയി ചോദിച്ചു അപ്പൊ അവനാ തട്ടുകടയിലുണ്ടാവും കൃത്യമായിട്ട് തട്ടുകട കാണിച്ചു ചൂണ്ടി കാണിച്ചു വരും അത് കോട്ടയമുള്ളതിന് വഴിക്കല്ല പാത്രം തുറന്നു നോക്കാ പത്രം പരിചയമുള്ള വീട്ടിൽ ചെല്ലുമ്പോ നമ്മൾ നോക്കില്ലേ എന്താ ചേട്ടാ അങ്ങനെ സൗഹൃദ സംഭാഷണം എന്നിട്ട് എന്ത് ചെയ്തു ഡാഡി വിചാരിച്ചേ കഴിച്ചു കഴിഞ്ഞിട്ട് പോയി മതിയാ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നോണം പറയാപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് 2 സ്പൂൺ എന്നിട്ട് ഈ പൊട്ടൻ എന്നോടും പറയാം മറ്റോ മേടിച്ചത് നിനക്ക് നീ എന്തിട്ട് ഞങ്ങളെ പോകുമ്പം വരെന്ന് വെച്ചാൽ ഡാഡി അപ്പൊ തന്നെ ആ ചക്കനെ വിളിച്ചു അപ്പൊ അവൻ പറയാ ചേട്ടാ ഞങ്ങൾക്ക് വണ്ടി വെച്ചിട്ട് 7 കൊല്ലം വണ്ടി മേടിച്ചെന്റെ ചെലവ് വണ്ടി പേടിച്ചപ്പോ എന്നിട്ട് അവൻ അതും തന്നെ നിൽക്കാന്ന് പറഞ്ഞാൽ അതവൻ ചാടിയില്ല വണ്ടി പാവം കുട്ടി വണ്ടി മേടിച്ചിട്ട് അടിക്കുന്ന വേണമെങ്കിൽ ഫോട്ടോ പണ്ട് പറയും സഹിക്കാൻ സൈക്കിൾ തരാൻ എനിക്ക് പറയില്ലേ പണ്ട് ഓർമ്മയുണ്ടോ നിനക്ക് ജോണി അല്ല ജോസ് സഹിക്കാനാ എന്തെങ്കിലും പറയുമ്പോ സഹിച്ചോന്നൊക്കെ പറയുമ്പോ ഒരു പറയാ സഹിക്കാൻ സൈക്കിള് തരാൻ കാട്ടൂരുകാരുടെ ബുദ്ധി വൈൽഡ് ഫാൻസികളാണ് നന്നായി വീർത്തു എന്നുള്ള എന്റെ ലക്ഷണമാണ് വെയിറ്റ് ഉണ്ടാവില്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കറിയാം ഒരു കിൻഡില് പുറത്തേക്ക് പോകാറുണ്ട് ഞങ്ങളുടെ അത് വലിയ പാത്രത്തിൽ കലക്കി വെക്കണ്ടല്ലോ ഏറ്റവും വലിയ ഉണ്ടാവും പോലത്തെ പാത്രത്തിൽ വെച്ചിട്ടും അത്ര വലിയ നിങ്ങള് 3-4 പ്രവർത്തിച്ചാലും പിന്നെയും എല്ലാ ദിവസവും ആളെന്തോ വെടിച്ചില്ല ഇതിനുള്ളിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഏതൊക്കെ അളവിൽ ഇടണാവോ ഈസ്റ്റ് തോന്നി